വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായത് എങ്ങനെ കാണുന്നു? കൂടാതെ രമേശ് ചെന്നിത്തലയുടെ അതൃപ്തി. രമേശ് ചെന്നിയുടെ അതൃപ്തി എന്താണ് എന്ന് ഐ തിങ്ക് ഞാൻ ഈ രാഷ്ട്രീയക്കാരെയൊക്കെ ചിന്തിക്കണം. അവർ ഭയങ്കര എന്താണ് പറയുന്നത്, പൊതുജനങ്ങളെല്ലാം നിരന്തരമായി നേരിട്ട് ഭയങ്കര മാനേജ്മെന്റിലും പിന്നെ തന്ത്രശാലികളാണ്, ഒക്കെ വളരെ മിടുക്കരാണൊക്കെ എന്നാണ് എല്ലാവരും പറയുന്നത്. ജനങ്ങളുമായിട്ട് ഒരുപാട് ഇടപെട്ടും പിന്നെ അവരെ ചിരിച്ച് കാണിച്ചും ഒക്കെ ഡീല് പ്രൊഫഷണലായിട്ട് ചെയ്യുമെന്നൊക്കെയാണ്. എനിക്ക് ഇതങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എനിക്കൊന്ന് കുറച്ചുകൂടെ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഈ പ്രൊഫഷണലിസം വരാത്തതിൻ്റെ ഒരു കാര്യം ഇൻറ്റഗ്രിറ്റി ഇല്ലായ്മയാണ്. ഇപ്പോൾ ഒരാളോട് പറയുകയാണ്, ഇന്ന് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെ കാര്യം തന്നെ പറയാം. പുള്ളിയുടെ ഇന്ന് എവിടെയോ ഗുരുവായൂർ വെച്ചാണ്. അതുപോലെ തന്നെ സതീശൻ പോയി കണ്ടു. അന്നേരം പുള്ളി പറയുന്നൊരു കാര്യം, സതീശനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പുള്ളി പറയാം. അപ്പോൾ ഈ സന്തോഷമുണ്ട് എന്ന് പറയേണ്ട കാര്യമുണ്ടോ അവിടെ? ഇല്ല, പറയേണ്ട കാര്യമില്ല. പുള്ളിക്ക് സന്തോഷമുണ്ടോ? ഇല്ല. പുള്ളി ഒരു മുന്തിയ മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു പ്രഷർ ടാക്റ്റിക്കാണ് എന്ന് പൊതുവില്ല. അതിനപ്പുറം ഒന്നുമില്ല. പുള്ളിക്കല്ലാതെ വേറെ ലെവറേജും മറ്റു കാര്യമൊന്നുമില്ല. പക്ഷെ പുള്ളി പറയുന്നൊരു വാദം ഇതാണ്, എനിക്ക് സന്തോഷമുണ്ട്. സന്തോഷം ഇല്ല പുള്ളിക്ക്. ഇത്രയും കള്ളം പറയേണ്ട കാര്യമില്ല ഒരു രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ വേറെ എന്തെല്ലാം ആവശ്യം പറയാം. കുറച്ച്, അതായത് ഈ കേൾക്കുന്ന ആളിനെ, അവൻ്റെ ബുദ്ധിയെ പരിഹസിക്കുന്ന, അവനെ അപമാനിക്കുന്ന വെറും എന്താ പറയുക ഇതായിട്ടുള്ള നുണകൾ. എന്തിനാണ് ഈ രാഷ്ട്രീയം പയറ്റുന്നത്? ഇത്രയധികം നുണ പറയുന്നത്. ഇത്രയും നുണ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതിൻ്റെ ഒരു 10 പറഞ്ഞ് തന്നെ സുഖമായിട്ട് കാര്യം നേടാൻ സാധിക്കും. ഞാൻ നുണ പറയുന്നതിനെയോ അല്ലെങ്കിൽ കള്ളം പറയുന്നതിനെയോ ഒന്നും എതിർക്കുന്നില്ല. കുറേ ഒക്കെ വേണ്ടി വരും രാഷ്ട്രീയത്തിലൊക്കെ ആകുമ്പോൾ, സമ്മതിക്കുന്നു. പക്ഷെ എന്നാൽ ഈ പച്ചയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ, ആക്ച്വലി നിങ്ങളിപ്പോൾ ഒരു കുട്ടികളോട് പറയണം അമ്പിളിയമ്മ അവനെ പിടിച്ചു തരാം എന്ന് പറയുമ്പോൾ ആക്ച്വലി കുട്ടിയുടെ വിവരക്കേടിനെ അല്ലെങ്കിൽ അവൻ്റെ വിവരമില്ലായ്മയും അവൻ്റെ ആ ഒരു അവസ്ഥയും ബുദ്ധിയെയും നമ്മൾ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്, പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും സംഗതി ഹാംലെസ് ആണ്. എന്നാലും വലുതാകുമ്പോൾ അവൻ ചോദിക്കാൻ ഇടയുണ്ട്. അപ്പോൾ നമ്മൾ കള്ളം പറയുന്നു, എത്രമാത്രം കള്ളം പറയുന്നു. കള്ളം പറയേണ്ട കാര്യമില്ലാത്തപ്പോഴും കള്ളം പറയുന്നു. അപ്പോൾ പുള്ളിക്ക് തന്നെ പറയാം, ഞാൻ ഇത് ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, ആരും ഒരു കുറ്റവും പറയില്ല. പൊളിറ്റിക്സിൽ വരുന്നവരെല്ലാം പവറാണ് ആഗ്രഹിക്കുന്നത്. പവറല്ലേ പിന്നെ എന്തിനാ വെറുതെ സേവനത്തിന് വേറെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സേവനം നടത്താനാണെങ്കിൽ എനിക്ക് പവറാണ്, പ്രസ്റ്റീജാണ്, ഫെയിമാണ്, അതാണ്. അതിനകത്ത് ഒരു തെറ്റുമില്ല. പക്ഷെ എനിക്ക് കിട്ടിയില്ല, എനിക്ക് നിരാശയുണ്ട്. എന്നാലും എനിക്ക് പകരം വരുന്ന ഇന്നാരാണ്, അത് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഇതാണ് ഒരു ഏറ്റവും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതിന് വേറെ ഒരു പച്ചക്കള്ളം പറയാം. അപ്പോൾ കേൾക്കുന്നവനും തോന്നുന്നേടാ ഇതെന്തായി കേൾക്കുന്നത്, ആരെക്കുറിച്ചാണോ പറയുന്നത് അയാൾക്കും തോന്നും, അയാൾക്കും അത് ദഹിക്കില്ല. പറയുന്നവനും ദഹിക്കില്ല, കേൾക്കുന്നവനും ദഹിക്കില്ല, 3 കൂട്ടർക്കും ദഹിക്കില്ല. എന്തിനാണ് ഇത്രയും നുണയും കള്ളവും പറയുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഞാനൊരു 2 വർഷത്തിന് മുമ്പ് ഇതേ സമാനമായൊരു പ്രശ്നമാണ്. നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ആവശ്യത്തിലധികം കള്ളം പറയുന്നു എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. ടു മെനി ആൻഡ് ടു മച്ച്. അതാണ് ഭയങ്കര ദുസ്സഹമാണ്. അതൃപ്തിയൊന്നുമില്ല. അതൃപ്തി ഈസ് ഫോർ അതൃപ്തി അംഗീകരിക്കുക, അത് വാലിഡ് ആയിട്ടുള്ള അതൃപ്തിയാണ് എന്ന് പറയാം. കുറേ നാൾ ഇതിൻ്റെ പുറകെയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. വാട്ട് ഈസ് റോങ് വിത്ത് ഇറ്റ്? അഭാവം വരെ ഓക്കെയാണ്. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും റിയലിസ്റ്റിക് ആയിട്ട് പുള്ളിക്ക് യഥാർത്ഥത്തിൽ അതൃപ്തിയോ ഞെട്ടിപ്പോയി കരഞ്ഞു എന്നൊക്കെ അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. അതിന് ഇച്ചിരി റിയലിസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഈസ് നോട്ട് ഇൻ ദ റേസ് ആക്ച്വലി റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. വളരെ വ്യക്തമല്ലേ? പിന്നെ അത് ഇന്ന് 2 കൂട്ടർക്കും ഇല്ലാതെ വരുമ്പോൾ പുള്ളിയെ തിരഞ്ഞെടുക്കും എന്നൊക്കെ പുള്ളി കരുതി എന്ന് പറയുമ്പോൾ, ഒന്നിലെന്തോ രാഷ്ട്രീയത്തിൽ ഇത്രയും വർഷം നിന്ന ഒരാൾക്ക് എന്താണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലാകേണ്ടതാണ് ബേസിക്കലി. പിന്നെ ഒരാളെന്ന നിലയിൽ പോയി എനിക്ക് തോന്നുന്നു എല്ലാം ഒരു സ്യൂഡോ ആണ്. ഹി വോണ്ട്സ് എ മിനിസ്ട്രി, ഇൻഫ്ലുവൻഷ്യൽ ലെവറേജ് ഉള്ള ഒരു പോർട്ട്ഫോളിയോ പുള്ളിക്ക് താല്പര്യമുണ്ട്. അത് കിട്ടാനായിട്ടും പിന്നെ പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് എന്താ പറയുന്നത്, അവർക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഗെയിൻസ് ഉണ്ടാകാനായിട്ടുള്ള
ഒരു പ്രഷർ ടാക്ടിക്സ് എന്നുള്ളതാണ് ഈ അതൃപ്തി. ഈ അതൃപ്തി പോലും സ്യൂഡോയാണ്, അതാണ് രസം. ഈ ഞെട്ടൽ പോലും സ്യൂഡോയാണ്, ഇതൊന്നും റിയലിസ്റ്റിക് അല്ല എന്നതാണ്. കാരണം പുള്ളിക്കറിയാം, പുള്ളി ഇത്രയും വർഷമായിട്ട് ഇതിനകത്ത് നിൽക്കല്ലേ, എവിടെയൊക്കെയാണ് തൊഴിക്കുന്നത്, ആരൊക്കെയാണ് തൊഴിക്കുന്നത്, എപ്പോഴാണ് തൊഴിക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ആര് വിരട്ടിയാലാണ് കാര്യം നടക്കുന്നത്, ആരൊക്കെയാണ് ഇപ്പോൾ വിരട്ടിക്കൊണ്ടിരിക്കുന്നത്, എല്ലാം പുള്ളിക്കറിയാലോ. പുള്ളിക്ക് എന്തായാലും ഉള്ളിൽ ഒരു രീതിയിലുള്ള ഞെട്ടലോ അതൃപ്തിയോ ഒരു ഇതുണ്ടാവും. പക്ഷെ എന്നാലും അത് റിയലിസ്റ്റിക് അല്ലെന്ന് പുള്ളിക്കറിയാം. ഇപ്പം നടത്തുന്നത് റിയലിസ്റ്റിക് അല്ല, പറയുന്നതും റിയലിസ്റ്റിക് അല്ല. പുള്ളി ഒരു പ്ലേസ്മെൻ്റ് ആകുമ്പോൾ പുള്ളി ഓക്കെ ആവും, അത്രേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2021 പുള്ളി വിട്ടുകൊടുത്തതാണ് എന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യമില്ല. ഹി വാസ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഭരണ തുടർച്ച അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കുക അല്ലെ അത് തടയാൻ കഴിയാത്ത ഒരാളെന്ന നിലയിൽ വലിയ വളരെ വളരെ മോശം പ്രോഗ്രസ് കാർഡായിരുന്നു പുള്ളിയുടെ. പുള്ളിയെ വിട്ടൊഴിഞ്ഞ് നമ്മുടെ ഗതികേടുകളെ നമ്മുടെ ഔദാര്യങ്ങളായിട്ട് നമ്മൾ ഒരിക്കലും വാഴ്ത്താൻ പാടില്ല. ഞാൻ നിങ്ങൾ അതൃപ്തിയെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ.